നമസ്കാരം. സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. നെന്മാറയിലെ ഇരട്ടക്കൊലപാതകം ആസൂത്രിതമെന്ന പ്രതി പോലീസിനോട് സമ്മതിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് ജില്ലാ പോലീസ് മേധാവി. സംസ്ഥാന സർക്കാരിനെ ഏതു വിധേനയും തകർക്കാനാണ് BJPയും കോൺഗ്രസും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഇടതു സർക്കാർ 2026 വീണ്ടും അധികാരത്തിലെത്തുമെന്നും EN സുരേഷ് ബാബു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിച്ച സംസ്ഥാന നാടകയാത്രയ്ക്ക് കിഴക്കഞ്ചേരി പാണ്ടാങ്കോട്ടിൽ സ്വീകരണം നൽകി. ജനാധിപത്യവും മതനിരപേക്ഷതയും ഇല്ലാതാക്കുന്ന സമൂഹത്തിന് ജാഗ്രത നൽകി ഇന്ത്യ സ്റ്റോറി നാടകയാത്ര. വാർത്തകൾ വിശദമായി. നെന്മാറയിലെ ഇരട്ടക്കൊലപാതകം ആസൂത്രിതമെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. കോടതിയിൽ ഹാജരാക്കിയ ചെന്താമരയെ റിമാൻഡ് ചെയ്തു. ജനങ്ങൾക്ക് നന്ദി അറിയിച്ച ജില്ലാ പോലീസ് മേധാവി. തന്റെ ഭാര്യ തന്നെ വിട്ടുപോയതിന് കാരണം സുധാകരന്റെ കുടുംബമാണെന്ന് ഇയാൾ ഉറച്ചു വിശ്വസിച്ചു. ഏറെക്കാലം മനസ്സിൽ കൊണ്ടു നടന്ന ഈ പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നും പോലീസ് വ്യക്തമാക്കി. സുധാകരന്റെ കുടുംബം തനിക്കെതിരെ മന്ത്രവാദം നടത്തിയതിനാലാണ് തന്റെ കുടുംബം തകർന്നത് എന്നാണ് ചെന്താമര വിശ്വസിച്ചിരുന്നത്. താൻ മന്ത്രവാദം നടത്തിയിട്ടില്ലെന്നും താൻ കടുവയെപ്പോലെ അതിശക്തനാണെന്നുമാണ് വിശ്വാസം ഉള്ളതെന്നും പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. 27 രാവിലെ 10 മണിയോടെയാണ് നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനിയിൽ ഇരട്ടക്കൊലപാതകം നടന്നത്. കൃത്യം നടത്തിയ ശേഷം പ്രതി ചെന്താമര വനാതിർത്തിയിൽ ഫെൻസിംഗ് ചാടിക്കടന്ന് പോത്തുണ്ടി മലയിലേക്ക് പോയി. 1.5 ദിവസം മലയിൽ കഴിച്ചുകൂട്ടി. ഈ സമയം പ്രതിക്കായി പോലീസ് നടത്തുന്ന തിരച്ചിൽ ഇയാൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. താൻ ഒളിവിൽ കഴിയുന്ന സ്ഥലത്തെക്കുറിച്ച് പ്രതിക്ക് ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു. ഈ 1.5 ദിവസവും ഭക്ഷണം ലഭിക്കാതെ വന്നപ്പോൾ അയാൾ താഴേക്കിറങ്ങി. വീട്ടിലേക്ക് വരുന്ന വഴിയിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത്. കൊലപാതകം പുനഃസൃഷ്ടിച്ച് കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുമെന്ന് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPS പറഞ്ഞു. ഇതിനായിട്ട് അടുത്ത ദിവസങ്ങളിൽ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നും SP പറഞ്ഞു. ഒരു സെൻസേഷണൽ കേസായിരുന്നു. ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോലീസ് എല്ലാം എഫേർട്ട് എടുത്തു. ഒരു ഇൻഫർമേഷൻ ഞങ്ങൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്തു. പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കുറേ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ കുറേ ഇൻഫർമേഷൻ ആയിരുന്നു സെയിങ് ദാറ്റ് ഇയാൾക്ക് ഒരു കോഴിക്കോടിൽ കണ്ടു, ഇയാൾക്ക് ബാംഗ്ലൂരിൽ കണ്ടു, ഇയാൾക്ക് മറ്റ് ഒരു കോളനി ഭാഗത്ത് കണ്ടു. എല്ലാം ഞങ്ങൾ വെരിഫൈ ചെയ്തിട്ട് പോയി. പക്ഷേ ഫൈനലി ഇയാളുടെ വീടിൻ്റെ അടുത്ത് തന്നെ നിയർ ബൈ ഹിസ് ഹൗസ് ഫ്രം ദ പാഡി ലാൻഡ് ആ സ്ഥലത്തിൽ നിന്ന് നമ്മുടെ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള പോലീസ് പേഴ്സൺ പിടികൂടാൻ സാധിച്ചു. ഇയാളിപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലാണ്. ഞങ്ങൾ വിശദമായിട്ട് ഒരു പ്രാവശ്യം ഇയാൾക്ക് ചോദ്യം ചെയ്തിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ഇയാൾ വ്യക്തമാക്കിയതാണ്. പക്ഷേ അതെല്ലാം പ്രിലിമിനറിയാണ്. നമുക്ക് കുറേ കാര്യങ്ങൾ ഇത് ഇപ്പോൾ ക്രോസ് വെരിഫൈ ചെയ്യാൻ വേണ്ടി ബാക്കിയാണുള്ളത്. സോ വാട്ട് എവർ ഇൻഫർമേഷൻ ഐ എം ഗിവിങ് നൗ, ഇത് ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷനിൻ്റെ ഭാഗമാണുള്ളത്. ഇതിൻ്റെ കൊറാബറേഷൻ കൺഫർമേഷൻ ഇപ്പോൾ ബാക്കിയാണ്. ഇയാൾക്ക് ഞങ്ങൾ നന്നായിട്ട് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കുറേ കാര്യങ്ങൾ റിവീൽ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ കുറ്റകൃത്യം ഇയാൾ ഏകദേശം 10 o'clock ഇൻ ദ മോർണിംഗ് ആണ് ഈ കുറ്റകൃത്യം സംഭവിച്ചത്. ടൈം നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ബാക്കിയാണ്. കാരണം ഈ ചെയ്തിട്ട് ഇയാൾ നേരെ ഓടിപ്പോയി, നേരെ വീട്ടിലേക്ക് പോയിട്ട് ഒരു ബാബ്ഡ് ഫെൻസിങ് ആണ് അവിടെ, അത് ചാടിട്ട് പിന്നെ ഇയാൾ പുറകിൽ ഭാഗത്തേക്ക് ഓടിപ്പോയി. ദിവസം ഏകദേശം 1.5 ദിവസം 1.5 days ആ മലയിൽ തന്നെ ഇയാൾ നിന്നു. ഈ സെർച്ചിൻ്റെ കാര്യം ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. നല്ല എക്സ്പേർട്ടാണ്. ഇയാൾക്ക് ആ സ്ഥലം ഒരു വനപ്രദേശം കൃത്യമായിട്ട് അറിയാം. ഒരു ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ ആ സ്ഥലത്തേക്ക് അറിയാം. സംസ്ഥാന സർക്കാരിനെ ഏതു വിധേനയും തകർക്കാനാണ് BJPയും കോൺഗ്രസും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ജനുവരി 29 സിന്ദാബാദ്. ജനുവരി 29 സിന്ദാബാദ്.
CPIM നേതാവായിരുന്ന MP കുഞ്ഞിരാമൻ മാസ്റ്റർ അനുസ്മരണ യോഗം മഞ്ഞപ്ര 6-ാം തൊടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഹേഷിനെക്കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ തന്നെ ഒരുപാട് നമുക്ക് ഇവിടെ പങ്കുവയ്ക്കാൻ കഴിയും. അതെല്ലാം ഈ നാടിൻ്റെ മുൻകാല അനുഭവങ്ങളാണ് എന്നും ആ അനുഭവങ്ങളെ ഇന്നത്തെ കാലഘട്ടത്തിനനുസൃതമായി ഇന്നത്തെ ആധുനിക കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം നിർവഹിക്കുമ്പോൾ ഇന്നത്തെ ജനങ്ങളുടെ സ്വഭാവത്തിനും മനസ്സിനും ഇണങ്ങുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം നിർവഹിക്കാൻ കഴിയുന്നുണ്ട് എന്ന് നമുക്ക് ഇത്തരം അനുസ്മരണ ദിനങ്ങളിൽ ഒരു പരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും. കാരണം പലരും നമ്മളെ നോക്കി പറയാറുണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നുമല്ല, പഴയ കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടുപിടിക്കണം എന്നാണ് പറയുന്നത്. ഇതൊരു സാധാരണ ശത്രുക്കൾക്ക് പോലും പറയും നമ്മളെ നോക്കിയിട്ട്, നീയൊക്കെ എന്ത് കമ്മ്യൂണിസ്റ്റ് ഒക്കെ. ഞാൻ പണ്ട് കാലത്ത് എന്നെയൊക്കെ നോക്കി ചിലവർ പറയുകയാണെങ്കിൽ എൻ്റെ അപ്പൻ്റെയൊക്കെ കാലത്ത് പറയും. ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഇടതു സർക്കാർ 2026-ൽ വീണ്ടും അധികാരത്തിലെത്തുമെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. ചടങ്ങിൽ MK സുരേന്ദ്രൻ അധ്യക്ഷനായി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TM ശശി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ CK ചാമുണ്ണി, KN സുകുമാരൻ മാസ്റ്റർ, ഏരിയ സെക്രട്ടറി T കണ്ണൻ, V ഗംഗാധരൻ, R പ്രവീൺ എന്നിവർ സംസാരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിച്ച സംസ്ഥാന നാടകയാത്രയ്ക്ക് കിഴക്കഞ്ചേരി പാണ്ടാങ്കോട്ടിൽ സ്വീകരണം നൽകി. ജനാധിപത്യവും മതനിരപേക്ഷതയും ഇല്ലാതാവുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന സന്ദേശമോദി ഇന്ത്യ സ്റ്റോറിയാണ് സംസ്ഥാനമാകെ അവതരിപ്പിക്കുന്നത്. ജാഥ ക്യാപ്റ്റൻ അഖിലേഷ് തയ്യൂർ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെ കാലമായി കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് ആ പൊതുസമൂഹം അതാത് കാലത്ത് അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അതാത് കാലത്ത് ആ സമൂഹം ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പല വിഷയങ്ങൾ, അത് കലയുടെ മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇക്കാലത്തും ആ കലാജാഥ വീണ്ടും എത്തുകയാണ് ഇന്ത്യ സ്റ്റോറിയായി. വൈസ് ക്യാപ്റ്റൻ ഷീല P കേശവൻ, കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഇന്ത്യ സ്റ്റോറി എന്ന നാടകയാത്ര ഇന്ന് കാവശ്ശേരിയിൽ വെച്ചാണ് ആരംഭിച്ചത്. സമയപരിമിതി മൂലം നമ്മൾക്ക് ഇത് വളരെ സമയക്രമത്തിനുള്ളിൽ തീർക്കേണ്ടതായിട്ടുണ്ട്. പ്രസാദ് എന്നിവർ ജാഥയെ സ്വീകരിച്ചു. മെഗാ കാസ്റ്റിംഗ് ഷോയിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, സംപൂജ്യനായ നമ്മുടെ ഡയറക്ടർ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മെഗാ ഷോയിലേക്ക് അഭിനേതാക്കളെ തിരഞ്ഞെടുക്കാനുള്ള അവസാന ഘട്ട മത്സരമാണ് ഇവിടെ ഈ വേദിയിൽ ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത്. മാനവികതയുടെയും മതേതരത്വത്തിന്റെയും കൂടെ ചേർന്ന് നിന്നാണ് ഞാൻ എഴുതിയിരുന്നത്. സ്വാഭാവികമായും അത് ചിലരെയൊക്കെ അങ്ങ് അസ്വസ്ഥരാക്കി. അവരെന്നെയും എൻ്റെ എഴുത്തിനെയും ഭീഷണിപ്പെടുത്തി, ശാരീരികമായും മാനസികമായും തളർത്തി. പോരാത്തതിന് സോഷ്യൽ മീഡിയയിലൂടെയുള്ള കടുത്ത സൈബർ ലിഞ്ചിങ്ങും കൂടെ ആയപ്പോൾ ഞാനത് നിർത്തി. നീ തോറ്റു. വയനാട് നിങ്ങൾക്കൊക്കെ അറിയാലോ, കഷ്ടിച്ചാണ് ജീവൻ തന്നെ കിട്ടിയത്. അവിടെ ഇപ്പൊ കയ്യിൽ കാസുള്ള പണിയുള്ള ഒന്നുമില്ല. അപ്പോഴാണ് എന്റെ ഫ്രണ്ട് പറഞ്ഞത്, നീ இந்த ப்ரோக்ராமுக்கு போ, இந்த ப்ரோக்ராமுக்கு போய் உன் தலைவன் சூப்பர் ஸ்டார் ரஜினி போல நீயும் சூப்பர் ஸ்டார் ஆயிடு. அதுக்காகத்தான் நான் இங்க வந்தேன். ஆனா இங்க வந்தா மட்டும் போதுமா? നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ എല്ലാവരും എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. അപ്പൊ നമുക്ക് അടിച്ച് പൊളിക്കല്ലേ ഗൈസ്? മറക്കണ്ട, ലിയോ. ഹായ്, ഇവരെ പോലെ അഭിനയം ഒരു പാഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. എന്നെ നിങ്ങൾ നാടകത്തിലോ സിനിമയിലോ ഒന്നും കണ്ടു കാണില്ല.
സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ അട്ടിമറിക്കുന്ന UGC കരട് ചട്ടങ്ങൾക്കെതിരെ SFI വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ജനാധിപത്യം സോഷ്യലിസം സോഷ്യലിസം സിന്ദാബാദ് സോഷ്യലിസം സിന്ദാബാദ് സോഷ്യലിസം സിന്ദാബാദ്. വടക്കഞ്ചേരി പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് SFI ജില്ലാ പ്രസിഡന്റ് VV അഭിഷേക് ഉദ്ഘാടനം ചെയ്തു. ഭരണഘടന കൊടുത്തിട്ടുള്ള ഈ രാജ്യത്തെ എല്ലാ ഗവർണർമാർക്കും ഭരണഘടന കൊടുത്തുള്ള സ്ഥാനമാണ് ചാൻസലർ എന്ന് പറയുന്നത്, സർവകലാശാലയുടെ ഏറ്റവും മുഖ്യ അധികാരി എന്നുള്ളത്. ആ അധികാരം വെച്ചുകൊണ്ട് സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ, സെനറ്റ് മെമ്പർമാരെ, സിൻഡിക്കേറ്റ് മെമ്പർമാരെ എല്ലാം നിയമിക്കാനുള്ള അധികാരം നേരിട്ട് ചാൻസലറിന് എത്തുന്ന സ്ഥിതി ഉണ്ടാകുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഭരണഘടന അനുശാസിക്കുന്ന നിയമമെന്ന് പറയുന്നത് ഈ വൈസ് ചാൻസലർ നിയമനങ്ങൾക്കും സിൻഡിക്കേറ്റും സെനറ്റും ഉൾപ്പെടെയുള്ള സർവകലാശാലയുടെ അധികാര കേന്ദ്രങ്ങളെല്ലാം നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളെന്ന് പറയുന്നത് ഈ രാജ്യത്തെ കേരള സർക്കാരുകളായിരുന്നു, സംസ്ഥാന സർക്കാരുകളായിരുന്നു, കേന്ദ്ര സർവകലാശാലയുടെ കേന്ദ്ര സർക്കാരുകളായിരുന്നു. UK ദീപക് അധ്യക്ഷനായി, V നന്ദു, MP വിഷ്ണു എന്നിവർ സംസാരിച്ചു. മറ്റു വാർത്തകളിലേക്ക്. കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ CDS സംരംഭകർക്കുള്ള ഫണ്ട് വിതരണം നടത്തി. കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ CDSന്റെ സംരംഭകർക്കുള്ള ഫണ്ട് വിതരണവും ഹരിത അയൽക്കൂട്ടങ്ങളുടെ പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും ഹരിത കർമ്മസേനാംഗങ്ങൾക്കുള്ള ഉപകരണങ്ങളുടെ വിതരണം, ബ്ലോക്ക് ആഷി ബക്കറ്റുകളുടെ വിതരണം എന്നിവ നടന്നു. MD രാമനാഥൻ സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് M സുമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KR മുരളി അധ്യക്ഷനായി. ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ K സുലോചന, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ P സോമസുന്ദരൻ, ജയന്തി പ്രകാശൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ രജനി മണികണ്ഠൻ, അക്കൗണ്ടന്റ് ദീപ, VEOമാരായ ചിത്ര, അരവിന്ദ്, CPM ലോക്കൽ സെക്രട്ടറിമാരായ M കൃഷ്ണദാസ്, V ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. റേഷൻ കടകളിലെ ഭക്ഷ്യധാന്യങ്ങളുടെ അപര്യാപ്തതയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കണ്ണമ്പ്ര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി റേഷൻ കടയ്ക്ക് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പുളിങ്കുട്ടത്ത് റേഷൻ കടയ്ക്ക് മുൻപിൽ നടത്തിയ ധർണ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M ദിലീപ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെമ്പാടുമുള്ള റേഷൻ കടകൾക്ക് മുന്നിൽ ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ധർണാ സമരം നടത്തുകയാണ്. ഒരു തുടർഭരണം കിട്ടിയപ്പോൾ പിണറായി വിജയൻ്റെ സർക്കാർ ഒരു മന്ത്രിയുടെ വാക്കിൽ നിന്ന് തന്നെ വന്നതുപോലെ ഒരുപക്ഷെ നാളെ പാവപ്പെട്ടവർക്ക് റേഷൻ ഇല്ലാതാക്കുന്ന ഒരു ഗൂഢാലോചന ഇവർ നടത്തിയിട്ടുണ്ടോ എന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്നലത്തെ ചർച്ചയിൽ റേഷൻ കട ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി ആ സമരം സെറ്റിൽ ചെയ്തെങ്കിലും അതല്ലെങ്കിൽ സഞ്ചരിക്കുന്ന റേഷൻ കടകൾ വരുമെന്നാണ് ആ ഭീഷണി മുഴക്കിയിട്ടുള്ളത്. അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് നാളെ പിണറായി വിജയൻ സർക്കാർ ഈ റേഷൻ സംവിധാനം തന്നെ ഇല്ലാതാക്കുമോ എന്നുള്ള ആശങ്ക നമ്മൾക്കുണ്ട്. മണ്ഡലം പ്രസിഡന്റ് സുദേവൻ അധ്യക്ഷനായി. മോഹനൻ കല്ലിങ്ങൽപ്പാടം, ഉമ്മലു ഹനീഫ, ജയരാജ് കൊന്നഞ്ചേരി, സുധാകരൻ രക്കാണ്ടി, ശിവൻ, കരുണാകരൻ, ലീലാകൃഷ്ണൻ, തോമസ് കല്ലിങ്ങൽപ്പാടം, സന്തോഷ് എന്നിവർ സംസാരിച്ചു. റോഡ് സുരക്ഷാ വാരത്തിന്റെ ഭാഗമായി വടക്കഞ്ചേരി റോട്ടറി ക്ലബ്ബ്, ആലത്തൂർ മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. EMS കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സുരേഷ് കുമാർ അധ്യക്ഷനായി. ജോയിന്റ് RTO ശങ്കരപിള്ള മുഖ്യപ്രഭാഷണം നടത്തി. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ജയരാജൻ, ദേവിദാസൻ, റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളായ പ്രതീഷ്, മനോജ്, KS ബാബുരാജ്, സഫർ ഇമേരിയാസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വടക്കഞ്ചേരിയുടെ സമീപ പ്രദേശങ്ങളിലെ കോളേജ് വിദ്യാർത്ഥികൾക്കും ഓട്ടോ ഡ്രൈവേഴ്സിനുമായി ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള എൻഫോഴ്സിംഗ് സിസ്റ്റം നമ്മളിവിടെ കൊണ്ടുവരുന്നതിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ സ്ലൈഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ, 2022 നമ്മൾക്ക് അപകടങ്ങൾ ഉണ്ടായി. 43,910 അപകടങ്ങളാണ്
നമ്മുടെ കേരളത്തിൽ ഉണ്ടായത്. നമ്മൾ കേരളം എന്നുള്ള കൊച്ചു സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ള ഒരു അപകടത്തിന്റെ കണക്കാണ് 43,910. സോ അത് കഴിഞ്ഞു 2023 നമ്മൾ ആ വർഷം മാറി പ്രവേശിച്ചപ്പോൾ അവിടെയും അപകടമുണ്ടായി. 48,091 അപകടമുണ്ടായി. 2024 ആയപ്പോൾ നമ്മുടെ അപകടത്തിന്റെ കണക്കുകൾ പിന്നെയും കുറച്ചും കൂടി മാറി 48,074. ഇത് നമ്മൾക്ക് ഈ കണക്ക് നിങ്ങൾ നോക്കണ്ട, ഈ ആക്സിഡന്റിന്റെ കണക്കുകൾ നോക്കണ്ട, അതിന്റെ താഴത്തുള്ള ആ മരണനിരക്കിനെ കുറിച്ചിട്ട് നിങ്ങൾ നോക്കുക. തിരുവല്ലോമല ശ്രീരാമക്ഷേത്രത്തിന് സമീപം ഫെബ്രുവരി 2 മുതൽ 9 വരെ ഗായത്രി സമൂഹ യജ്ഞം നടക്കും. വിശ്വശാന്തിക്കും പ്രകൃതി സംരക്ഷണത്തിനുമായാണ് ശ്രീ വ്യാസ തപോവനത്തിന്റെ നേതൃത്വത്തിൽ ഗായത്രി സമൂഹ മഹായജ്ഞം നടക്കുന്നതെന്ന് സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. യജ്ഞത്തിനൊടുവിൽ 3 കുംഭങ്ങളുള്ള യാഗപ്പന്തൽ അഗ്നിക്കിരയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതി മഹാരാജ്, ദണ്ഡിസ്വാമി, സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ്, AC ചന്താമരാക്ഷൻ, കണ്ണൻകുട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പ്രകാശ സ്രോതസ്സായ സൂര്യനെ ചന്ദ്രനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതായ ചടങ്ങുകളാണ്. ചന്ദ്രനുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് പിതൃകർമ്മങ്ങൾ. അത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തർപ്പണാദി കർമ്മങ്ങളായിട്ട് നടക്കുന്നു. സൂര്യന് ചൈതന്യം നൽകാവുന്നതായ രീതിയിലുള്ള, സൂര്യനെ പോഷിപ്പിക്കാവുന്ന രീതിയിലുള്ള മന്ത്രവിഭാഗമാണ് വേദത്തിൻ്റെ അകത്ത് ഗായത്രി മന്ത്രം. ഈ ഗായത്രി മന്ത്രത്തെ ജനകീയമായി എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന തരത്തിൽ പ്രപഞ്ചരക്ഷ എന്ന വിശ്വശാന്തിക്ക് വേണ്ടിയിട്ടാണ് വ്യാസ തപോധ്യാന ആശ്രമം ഇതുവരെ ലക്ഷക്കണക്കിന് ഗായത്രി ഒരു ജപവും അനേകം അഗ്നിഹോത്രാദി കർമ്മങ്ങളും ആയിരക്കണക്കിന് എന്ന കണക്കിൽ അടുപ്പിച്ച് നടത്തിയിട്ടുള്ള ആചാര്യശ്രേഷ്ഠനാണ്